ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാ നട്ടുച്ചയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തൃശ്ശൂർ പോവുകയാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് അടിക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ പോവുകയാണ്. സമയം ഉച്ചയായി, നല്ല വെയിലാണ്. അതിക്കൂട്ട് എന്താ അവിടെ ഇരിക്കുന്നു, അവിടെ ഉണ്ട്. അപ്പം എന്തായാലും വഴി. ഇതാണ് ഓഡിറ്റോറിയം. എന്താ സാം പാലസ് എന്നോ. എല്ലാവരും എത്തണേ ഉള്ളൂ, വണ്ടികളൊക്കെ എത്തണേ ഉള്ളൂ. അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ മെല്ലെ ബാത്റൂം പോലും റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് കയറട്ടെ. ഹലോ ഗൈസ്, കാണണോ? നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. അപ്പോൾ നമ്മളിതാ തൃശ്ശൂരെത്തി. നമ്മൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം എന്നല്ലേ, അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനതൊന്ന് മുട്ടിയൊക്കെ ആകെ കേടുവന്നിരുന്നു വണ്ടിയിലിരുന്നിട്ട്. അപ്പം ഒന്ന് സെറ്റായി. ആദ്യക്കൂട്ടൻ ബാത്റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയായി. ഇങ്ങനെ ആരും എത്തിയില്ല കേട്ടോ. ഞങ്ങളാണ് ആദ്യം എത്തിയെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ വരണേ ഉള്ളൂ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കാറിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്കനവാടി എന്നാ പറയുന്നത്, അങ്കമാലി റൂം എടുത്തിട്ടുണ്ടേ. നല്ല റൂം ഇട്ടു. ആദ്യക്കൂട്ടൻ എന്തൊക്കെയുള്ളതെന്ന് പരിശോധനയിലാണ്. എന്താ അത്? എന്താ കാണാ? ഫ്രിഡ്ജാ? ആഹാ. വേറെ എന്തൊക്കെ ഉണ്ട് പറയൂ. എന്തൊക്കെ കാണാണ്ട് ഇവിടെ പറയൂ. റൂമിൽ എന്തൊക്കെ ഉണ്ട് പറയൂ. ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ പിന്നെന്താ ഉള്ളത്? ഡോറുണ്ട്, പിന്നെ TV ഉണ്ട്, ബെഡ് ഉണ്ട്, പിന്നെ മറ്റേ അതാ ദാദിക്ക് ഡയറി എഴുതാനുള്ള സ്ഥലം ഇരുന്നിട്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി ടേബിൾ ഉണ്ട് മേക്കപ്പ് ചെയ്യാന് അല്ലേ. ഒരു മേക്കപ്പ് കൗണ്ടറൊക്കെ ഉണ്ട്, കണ്ണാടി ഉണ്ട്, അവിടെ ബാത്റൂം ഉണ്ട്. അതെന്താണ്, കെറ്റില്, ചായ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇഷ്ടായോ? റൂം ഇഷ്ടായോ? റൂം ഇഷ്ടായോ? അത് ഗ്ലാസ് കവറിലാക്കി വെച്ചതാട്ടോ. റൂം ഇഷ്ടായോ? പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട് അല്ലേ. അത് ഷെൽഫാണ്. ആഹാ, ഓക്കെ. അപ്പം അത്രയ്ക്കാണ് ഉള്ളത് റൂമിൽ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് മൂന്നാർക്ക് വിടും. അപ്പം നാളെ രാവിലെ കാണാം. ഇന്നത്തെ കുറച്ച് ക്ലിപ്സേ ഉണ്ടാവുള്ളൂ, കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഗുഡ് മോർണിംഗ്. ആദ്യക്കൂട്ടൻ നീറ്റിട്ടതാ റൂം നല്ല വ്യൂ കണ്ടോണ്ടിരിക്കുകയാണ്. ലേതി ഇഷ്ടായോ? നല്ല ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഇവിടുന്ന് എങ്ങട്ടാ നമ്മള് പോണ്? എവിടേക്കാ പോണ്? അളിയില്ലേ? മൂന്നാർക്ക്. ഞങ്ങള് വേഗം കുളിച്ച് അല്ലേ? കുളിക്കണ്ടോ നമ്മള്? ഇല്ല, വേഗം റെഡി ആവട്ടെ അല്ലേ. അപ്പൊ ഗൈസ്, നമ്മളിതാ റെഡി ആയിട്ടോ. 8 മണി ഫ്രീക്കും കളറില ഇറങ്ങിയത്. നമ്മളെ പാക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളിതാ അങ്ങനെ ഇറങ്ങുകയാണ്. 7 മണിക്ക് ഇറങ്ങുന്നത്. നമ്മൾ 8 മണിയായി. പിന്നെ പതിവുള്ളതാണല്ലോ. അപ്പോൾ വഴിയിൽ കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആര്യാസ് വെജ് ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരെ വെച്ച് പിടിക്കാൻ മൂന്നാർക്കെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഡാഡിയും കുട്ടിയും പോകുന്നുണ്ട്. നമ്മൾ പോയി ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ ഫുഡ് വന്നിട്ട് നമ്മുടെ ഭക്ഷണം സെറ്റായിട്ടുണ്ട്. എല്ലാവരും നെയ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ വേഗം കഴിക്കട്ടെ. എവിടെ? ഏത് കടയില്? അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് വാട്ടർഫോൾസ് കണ്ട വേഗം പോവുക ചെയ്യണം ഇവിടുന്ന്. ഓക്കെ, ഡീൽ. ഇനി വെള്ളമുള്ള വാട്ടർഫോൾസ് കാണുമോ നോക്കാം. ഇതാണ് വാട്ടർഫോൾസ്. ഇതില് വെള്ളം എവിടെയാണ് എന്ന് ചോദിക്കരുത് അല്ലേ. അതി എവിടെ വെള്ളം? പാവന്റെ ആദ്യ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നീറ്റതാണ്. പക്ഷെ ഇവിടെ പൈപ്പൊന്നും വരുന്നത് ഫോൾസിൽ പോലും വെള്ളമില്ല. അങ്ങനെ ഗൈസ്, നമ്മളെവിടെ എത്തി? മൂന്നാർ എത്താനായി അല്ലേ. തേയിലത്തോട്ടൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എത്താനായി. എവിടെ എത്താനായിന്ന്? എവിടേക്കാ പോണത് പറഞ്ഞു കൊടുക്കൂ.
നമ്മളിപ്പോ മൂന്നാള് എത്താണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ എത്താണ്. കുറച്ചും കൂടി ദൂരെ പോവാണ്ട്. നല്ല എത്തുള്ളൂ. ഓക്കേ ബൈ. അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓഹോ എന്താ ഇത് താഴെ കാണാനുള്ളത്? നമ്മളിപ്പോ പറഞ്ഞേ പച്ച. കഴിയോ? മൂന്നാറ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു അല്ലേ? അതെ ആദ്യം ഓർഡർ ചെയ്യണം. ഫുള്ള് വീഡിയോ ആദ്യം പകട്ടോ. ആദ്യം ഭയങ്കര വൈബിലാണ്. ഞാൻ വീഡിയോ നോക്കുമ്പോഴേക്കും ആദ്യം ഹലോ ഗൈസ് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആശാന ഓർഡറിങ് ഞാൻ ഏതാ വാങ്ങി തരാ? ജീപ്പോ വാങ്ങി തരുമോ? ഉണ്ടോ? ആദ്യം വർക്ക് ചെയ്യാം ലാപ്ടോപ്പിൽ. എന്തൊക്കെയാ വേണ്ട ചോദിക്കുന്നത് എന്നോട്. അപ്പം എന്ത് വന്നു? നഗറ്റ്സ് വന്നു. സംഭവത്തിലൊരു സ്നാക്സ് പോലത്തെ ഷോപ്പാട്ടോ. ഉച്ചയാണെങ്കിലും അതാ വാങ്ങിച്ചു തരാം അമ്മയ്ക്ക്. താങ്ക് യു. പൈസ ഇല്ല. ഡാഡിയോട് ചോദിച്ചു നോക്കൂ. ഫുഡ് എന്താ? ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ ഇവിടെ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. ഇത്ര കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഒരു ഫോട്ടോ പോയിന്റിൻ്റെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. മറ്റേ ഇപ്പോൾ ഫോട്ടോ എടുക്കാം. കുതിരയൊക്കെ ഉണ്ട്. ഹോഴ്സ് റൈഡിങ് ഉണ്ടോ അറിയില്ല. ആദ്യകൂട്ടൻ കടയിലേക്കാണ് ഓടുന്നത്. അപ്പം എന്തായാലും പോയി നോക്കട്ടെ. ആദ്യകൂട്ടൻ്റെ വൃത്തി പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഭയങ്കര സ്മെല്ലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കുതിര ചാണകം ഉണ്ടായിട്ട് ഭയങ്കര സ്മെല്ലാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ കഴിച്ചു. ഫുൾ ഫോട്ടോഷൂട്ടാണ്. ഞാൻ ആദ്യം കുതിരേൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അല്ലേ ആദ്യകൂട്ടാ? ആദ്യകൂട്ടാ അത് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തില്ലേ? എന്താണ് ആ ബാക്കിൽ കാണുന്നത്? തോക്ക്. ആദ്യം തോക്ക് വാങ്ങിച്ചു ഗൈസ് അല്ലേ? പിന്നെ കുതിരേനെ കണ്ട് പേടിച്ച് കരഞ്ഞു. അയ്യോ കുറേ ഫോട്ടോസ് എടുത്തു. ഉച്ചന് നല്ല വെയിലാണ് ഗൈസ്. ഇനിയിപ്പോ ഞങ്ങള് മാട്ടുപ്പെട്ടി ഡാമിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മള് മാട്ടുപ്പെട്ടി ഡാമിലെത്തിയത്. മാട്ടുപ്പെട്ടി ഡാം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ വെള്ളം കെട്ടി നിർത്തുക. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടി ഷട്ടർ പൊക്കി തുറന്നു വിടും. കെട്ടി നിർത്തുന്ന സ്ഥലത്തിനെയാണ് ഡാം എന്ന് പറയാം. ഓക്കെ സാർ. ഏട്ടാ നമ്മള് പണ്ട് തീനൊക്കെ നടന്നില്ലേ ഏട്ടാ? അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയതി എക്കോ പോയിന്റിന്റെ അവിടെ എത്തിയില്ലേ? നമ്മള് മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടെ ഇറങ്ങിയില്ല. ജസ്റ്റ് അതിനെ പാസ് ചെയ്ത് പോന്നു. നല്ല വെയിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മളിനി എക്കോ പോയിന്റിന്റെ അവിടെ ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ആനയൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഒരു കാര്യം പറയാല്ലേ? എന്താണ്? ആദിക്കുട്ടി എന്തോ കണ്ടപ്പോ പറയേ കുതിര തുമ്മിയപ്പോൾ ആദ്യം കരഞ്ഞു. അയ്യേ കുതിരണ്ട് തുമ്മി. അതിലാദ്യം നമുക്ക് എക്കോ പോയിന്റ് പറഞ്ഞണ്ടേ? പോണ്ടേ? എക്കോ പോയിന്റിലല്ലേ ആന ഉണ്ടാവുക. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തിട്ടോ. മാട്ടുപ്പെട്ടി ഡാമല്ല, എവിടെയാണ്? എക്കോ പോയിന്റിലെത്തിയേ. അതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് ഡ്രസ്സ് മാറ്റി വെച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ മാറ്റിയതാണ്. മറ്റേ ഡ്രസ്സ് ഇട്ടിട്ടൊരു ഭംഗിയില്ലായ്മ ഫീൽ ചെയ്ത് മാറ്റിയതാണ്. എന്ത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യം കുതിര തുമ്മിപ്പോ കരഞ്ഞു. അപ്പൊ ഓക്കെ അവിടെ എത്തിയിട്ടാണ്.
ആദ്യം അതിന്റെ സ്ഥിരം സ്ഥലത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കുറേ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ തോളിൽ കയറി നിന്നിട്ടുണ്ട്. വെയിൽ കാരണം കാണാനാ, നല്ല വെയിലാണ് കേട്ടോ. ഞങ്ങള് ഒരു ആചാരം നിറവേറ്റാൻ വേണ്ടി ഇത്തിരി ചോക്ലേറ്റ് മേടിച്ചു. സാധനങ്ങളൊക്കെ സെയിം തന്നെ, ഒരു മാറ്റമില്ല. പുതുതായിട്ട് പ്രത്യേകിച്ചൊരു സാധനമില്ല. ആദ്യക്കൂടെ എക്ക പോയിന്റ് എന്തോ വലിയ സംഭവം ചേച്ചി കാണാനുള്ള ഓട്ടത്തിലാണ്. ഇതാണ് എക്കോ പോയിന്റ്. ആദ്യം വിളിച്ചോക്കൂ. അയ്യോ, കുറച്ചുകൂടെ ഇറങ്ങി ചെല്ലണം. കാണാം ആയിട്ടില്ല കേട്ടോ, ഇറങ്ങല്ലേ, ഡാഡി വരട്ടെ. മെല്ലെ പൂവ് മണ്ണ് കയറും ചെരുപ്പില്, തെറിച്ച് പോവാണ്. നീ വിളിച്ചു നോക്കാം നമുക്ക്. റെഡി 1 2 3 പറയട്ടെ. ആ അയ്യോ, കേക്കുണ്ടോ? ഒന്നുകൂടെ ഉറക്കം വിളിച്ചു നോക്കാം. കേക്കുണ്ടോ? ഇല്ലേ? ആദ്യമൊക്കെ വരുന്നുണ്ടോ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ അതിന്റെ കുഞ്ഞി സൗണ്ട് മനസ്സിലാവിടില്ല. ആദ്യം വിളിച്ചോ അവിടെ നിങ്ങട്? സന്തോഷായോ? അങ്ങനെ ഗൈസ്, നമ്മൾ എക്കോ പോയിന്റ് പോന്നു. ആദ്യക്കൂട്ടം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത് അവിടെ കിടന്നു. പില്ലൊക്കെ വെച്ച് പുതച്ച് സെറ്റായിരുന്നു. നല്ല വെയിലാണ്. അപ്പൊ ഇനി നമ്മളെവിടേക്കാണ്? മറയൂര് അല്ലേ? മറയൂരാണ് നമ്മൾ സ്റ്റേ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നാളെയാണ് നമ്മൾ റിട്ടേൺ കേട്ടോ. മറയൂര് കാന്തല്ലൂര് വഴി അങ്ങനെ റിട്ടേൺ പോകാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇനി നമ്മളിങ്ങനെ റൂമൊക്കെ നോക്കി അങ്ങോട്ട് എത്താനുള്ള സമയത്തിലാണ്. 3 ഇത്രയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ എന്തായാലും പോയി. പക്ഷെ നല്ല വെയിലാണ്. ആദ്യക്കുട്ടനെ ഉറങ്ങാണ് ഗൈസ്. ബില്ലൊക്കെ വെച്ചാൽ സുഖമായിട്ട് ഉറങ്ങാൻ കുട്ടി. ഏട്ടൻ ഇവിടെ റൂം തരയിലാണ് ഇന്ന് രാത്രി നിൽക്കാനുള്ളത്. അങ്ങനെ നമ്മള് കാന്തല്ലൂരാണ് റൂം എടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ. ഏകദേശം 5 മണി കഴിഞ്ഞു. അപ്പൊ നമ്മളവിടെ നമുക്ക് ഒരു 7 മണി കഴിയും. ഏതൊക്കെയോ കാട്ടിക്കൂടെയാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഞങ്ങൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തി തണുപ്പ് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എത്ര സമയം ഉണ്ട് ചേട്ടാ? 1 മണിക്കൂറും 17 മിനിറ്റാണ് റൂമിൽ കാണിക്കുന്നത്. ഏകദേശം 7 മണി കഴിയും റൂമിലെത്താൻ. ഫുൾ കാടാട്ടോ. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അതുവഴി ഇങ്ങനെ പോകും. പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. പിന്നെ ആദ്യം ഉറങ്ങായതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ. വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല തണുപ്പാണ്. രാത്രിയാകുമ്പോൾ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. പക്ഷെ അനേക്കുണ്ട്. ഞങ്ങൾ ഉറങ്ങി നീച്ച് ബാത്റൂം പോകാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പ് കയറിയതാട്ടോ. ഇനിയുണ്ട് 1/2 മണിക്കൂർ റൂമിലേക്ക്. ഏകദേശം സന്ധ്യയായി. അപ്പം ഞങ്ങളിങ്ങനെ പോട്ടെ വീണ്ടും. ഇരുട്ടായിട്ടോ, ഫുൾ മലയാണ്. ഇപ്പം നമ്മളൊരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര 20 മിനിറ്റ് കൂടാണ് റൂമിലേക്ക്. ടൗൺ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതാ. ഫുള്ള് ഫോറസ്റ്റ് ആണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് രാവിലെ കാണാട്ടെ വ്യൂ ഒക്കെ. മൊത്തം ഭയങ്കര തണുപ്പാണ്. ഫുൾ കാടാണ്. റൂം വെച്ചാണെങ്കിൽ അകത്തുനിന്ന് കാണിക്കാം, അല്ലെങ്കിൽ രാവിലെ കാണിക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ റൂമിലെത്തി. നമ്മുടെ ഫുഡ് ഇതാട്ടോ. ഫുൾക്കിയും ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ. ആദ്യ കുട്ടി തന്നലിട്ട് അതേ റൂമിലിട്ട് ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നുണ്ട്. തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മാറ്റാൻ വിചാരിച്ചു. ഇതാണ് കേട്ടോ റൂം. രാവിലെ കാണിക്കാം. മഡ് ഹൗസാണ്. ഫുള്ള് എന്താണിത്, ചളിയോ മണ്ണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ് നമ്മളെ റൂം. നല്ല വ്യൂ കേട്ടോ. ഫുള്ള് കാടാണ്. ഇവിടെയൊക്കെ കാടോ മലയോ കുന്നൊക്കെയാണ് ഗൈസ്. കണ്ടോ, ബാക്കിൽ വലിയൊരു പാറ. ഇതവിടെയൊക്കെ ഒരു കോട്ടേജ് ആട്ടോ. അവിടെ ഒന്ന് പലതരം കോട്ടേജ്. നമ്മൾ മഡ് ഹൗസാണ് എടുത്തത്. ഇതാണ് നമ്മളെ മഡ് ഹൗസിൻ്റെ ഫുൾ വ്യൂ കാണിച്ചത്. അയ്യോ, തളത്തിട്ട് ഇറങ്ങാൻ വയ്യ ഗൈസ്. ഇതാണ് റൂം. സംഭവം അടിപൊളിയായിട്ടോ. അവിടെ ഒരു ചെയറും ടേബിളും ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാത്രി അകത്തേക്ക് എടുത്തോട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു പുറത്ത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഞാൻ പാക്കിങ് പരിപാടിയിലാണ്. ഒരു ലൈറ്റ്, നമ്മളെ ബെഡ് സൈഡിൽ ടേബിള്,
പിന്നെ അവിടെ വരുന്നുണ്ട് പഴയ ടൈപ്പ് ചാരു കസേര, TV, പിന്നെ അലമാര, ഈ സൈഡിൽ ബാത്റൂം. ഇത്രയും റൂമിലുള്ള കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ മരമൊക്കെ വെച്ചിട്ടാവുന്നു. മുകൾ നമ്മുടെ പഴയ ടൈപ്പ് സാധനങ്ങളും ജനലും ഒക്കെ. ഫാനും ഉണ്ട് കേട്ടോ. ഫാനിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു. അപ്പോൾ ഇതാണ് റൂം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. ആദ്യക്കുട്ടി നീറ്റിട്ടില്ല, നീറ്റിട്ട് ബാക്കി താഴെ പോയിട്ട് ബാക്കി കാണിക്കാം. ആശാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ആദ്യം ഇങ്ങോട്ടൊന്ന് നോക്കൂ, കാണിക്കട്ടെ അതിനെ. ഇന്നലെ ഏത് വീട്ടിലാ നിന്ന്? ഈ വീടിന്റെ പേരെന്താ അമ്മ പറഞ്ഞന്ന്? പൊട്ടിച്ചില്ലേ? ഇതിന്റെ പേരെന്താ പറഞ്ഞന്ന്? ഈ വീടിന്റെ പേരെന്താ പറഞ്ഞ? ഞാൻ ശരിയാക്കി തരാം. തണുപ്പുണ്ടോ? നീ എവിടേക്കാ പോണേ? കൈ തണുക്കുണ്ടോ? പറഞ്ഞില്ല ഞാൻ അപ്പളേ. നീ എങ്ങടാ പോണ് പറയൂ? ഫുഡ് കഴിക്കാനാ? ഓക്കേ. യമ്മ. ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അധികം ഫോട്ടോസൊന്നും എടുത്തില്ല, വേറെ ആരും ഇല്ലാത്തതുകൊണ്ടേ. ഞങ്ങൾ 3 നേരമുള്ള ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഒരു ചെറിയ ടോപ്പ്. ഇത് ഏട്ടൻ അനുവിന് ബർത്ത്ഡേക്ക് എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഞാനത് കണ്ട് പഠിച്ചു നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി കയറ്റം നമ്മൾ കുറേ ലേറ്റായി. പിന്നെ എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ കാന്തല്ലൂർ, ഇത് പ്രോപ്പർ കാന്തല്ലൂർ തന്നെയാണ് ഈ സാധനം തോന്നുന്നത്. കുറച്ച് ദൂരം ഉള്ളു ഇവിടുത്തെ ആ ഫാമിക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ മാക്സിമം ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങണം. കാരണം നമ്മൾ പോണ ഏരിയ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ഡ്രൈവ് കുട്ടികളുണ്ട് ഏട്ടനത്ര പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങട്ടെ. നല്ല വെയിലായി, തണുപ്പൊക്കെ പോയി. അപ്പോൾ ഓക്കെ, വഴിയിൽ കാണാം. ബായ്. ഇതാട്ടോ, ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു നമ്മൾ. ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ ഇരുട്ടത്ത് എന്തൊക്കെയോ കാണിച്ചിരുന്നു, കണ്ടോന്നറിയില്ല. അപ്പോൾ നമ്മളിത് തിരിച്ചിറങ്ങിയോണ്ടിരിക്കുകയാണ്. നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇതാ ഇങ്ങനൊരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. ഇങ്ങനെ താഴോട്ടാണ് ഈ കാണുന്നത്. ആ ബ്ലാക്ക് കാണുന്നതൊക്കെയാണ് സ്ട്രോബെറി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഫാമൊക്കെ കണ്ടുവരുന്നതിൻ്റെ ഇടയിൽ കണ്ടതാട്ടോ ട്രീ ഹൗസ്. ഇവിടുത്തെ കഫേയാണ് ഗൈസ്. ഇത് ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട് അവിടെ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ സീസൺ അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ സീസണായിട്ട്. അതായത് ആപ്പിള് ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. അങ്ങനെ വലുതായിട്ട് കാണാനുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ക്ലൈമറ്റും ഒരു കാണാനുള്ള സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ. ഇനി ഓണത്തിൻ്റെ സമയത്താണ് ഇവിടെ വിളവെടുപ്പ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പം ആ സമയത്താണ് അത്ര നല്ല ഫാമുകളൊക്കെ കാണാനുണ്ടാവുക. അപ്പം നമ്മളിനി ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വന്ന വഴിയാ പോണേ. നമ്മളിങ്ങനെ തിരിച്ചിറങ്ങാണ്. ഇത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് ശർക്കര വാങ്ങിക്കണം. അപ്പോൾ ഒന്നിങ്ങനെ പോയോട്ടെ. ഇവിടെ വിൽക്കണമുണ്ട്, അവരുണ്ടാക്കണമുണ്ട് കേട്ടോ. ഇതാട്ടോ, ഇത്രയും വലിയ സാധനത്തിലാണ് ശർക്കര ഉണ്ടാക്കണത്. ഇതാണ് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ. ഇവിടെയൊക്കെ നിറയെ കരിമ്പിൻ്റെ ചണ്ടികളും വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വന്ന് കാടൊക്കെ കഴിഞ്ഞ് പൊള്ളാച്ചി വഴി ഇതാ പാലക്കാട്ടേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ വിൻമില്ലൊക്കെ ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ ചൂട് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിങ്ങനെ പോയോണ്ടിരിക്കുന്നു. അതേ കുട്ടി എന്താ എന്നത്തെയും പോലെ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചില്ല. ഞങ്ങളൊരു പഴമൊക്കെ ഉണ്ടായിരുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി പാലക്കാട് എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മളിതാ പാലക്കാട് ലുലുവിൽ എത്തിയിട്ടോ. അതിൽ കൂടെ ഉറങ്ങി നീറ്റു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ കയറാൻ പോകണം. നമ്മൾ എറണാകുളം ലുലുവിൽ പോകണം വിചാരിച്ചായിരുന്നു അന്ന് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നമ്മളിതാ പാലക്കാട് ലുലു എത്തിയിട്ടുണ്ട്. 4:30 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലെത്തുന്ന രീതിക്ക് ഇങ്ങനെ എത്താമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കയറി നോക്കട്ടെ. നല്ല തിരക്കുണ്ട് തോന്നുന്നേ. അപ്പോൾ അതാ നമ്മൾ കയറി. അതുകൊണ്ട് തന്നെ പിന്നെ എസ്കലേറ്ററിൽ കയറാൻ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല.
നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കയറി ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ നേന്ത്രപ്പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം പറയുന്നില്ല. അപ്പം നമ്മളിതാ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയാണ് കേട്ടോ. ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ട് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കഴിക്കാൻ മേടിച്ചിട്ടുണ്ട്. ആ എന്തൊക്കെയാ വാങ്ങിച്ചാൽ മതി കഴിക്കാൻ? എന്താ മേടിച്ചേ? എന്തൊക്കെയാ വാങ്ങിയത്? ആശാൻ വന്ന ആശാൻ്റെ മെയിൻ സാധനമാണ് ഡോണറ്റ്. അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഡോണറ്റ് അല്ലേ? നമ്മളൊരു കവർ നിറയെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ കഴിക്കാൻ മേടിച്ചിട്ടുണ്ട് ആദ്യം അച്ഛനും കൂടെ. ഇനി എന്തായാലും നമ്മൾ ഫുഡ് കോർട്ടിൽ എത്താറായതാ. പോയി കഴിക്കട്ടെ. നേരം 4 മണി കഴിഞ്ഞു. എന്താ പറയണത്? എന്തൊക്കെ കഴിക്കാൻ മേടിച്ച് പറഞ്ഞോളൂ. അല്ല ആ സൈഡിൽ കാണുന്ന എന്താ കുട്ടിയെ? ആ സൈഡിൽ ഫുഡ് കഴിച്ചിട്ട് വേണമല്ലേ അതിലേക്ക് പോവാൻ? എല്ലാ സ്ഥലത്തും ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുട്ടികളെ പാർക്ക് വയ്ക്കും. മറ്റേ കൊണ്ടൂർ അവിടെയാണ്. അത് കാണുമ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ളൊരു ആവേശം പോവാണ്. എന്നിട്ട് അങ്ങോട്ടാണ് കോൺസെൻട്രേഷൻ. ശരിക്കും അച്ഛൻ വരട്ടെ? അച്ഛൻ വരുന്നുണ്ടോ? അച്ഛൻ വരുന്നുണ്ടോ? ആ ബാക്കിൽ വരുന്നത് അച്ഛനാണോ ഈ വീഡിയോയിൽ നോക്കൂ? അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ആദ്യം ഇവിടെ ഫണ്ടൂറയിൽ കയറിയിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ഫാഷൻ സ്റ്റോറിൽ എന്തൊക്കെയോ ഓഫർ കാണാം. അപ്പോൾ ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഞാൻ അകത്ത് കയറി നോക്കട്ടെ. എന്തൊക്കെയോ ഉണ്ട്. എന്താ പറഞ്ഞേ? അത് ഈ ഫുഡ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കാത്ര റൈസ്. അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കട്ടെ കേട്ടോ. ബിരിയാണി റൈസോ മന്തി റൈസ് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. റോസ്റ്റും വേഗം കഴിച്ചിട്ടുണ്ട് റൈസ്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഏറെക്കുറെ തീർന്നു അല്ലേ? നമ്മളിതാ ലുലുന്ന് ഇറങ്ങി ഐസ്ക്രീം കഴിച്ചു. ആദ്യം ഐസ്ക്രീം മതി കഴിച്ച് തീർത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. കുറേ ദിവസത്തെ കുറേ കുഞ്ഞു പീസുകളായിരിക്കും. 2-3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒന്നാമത് കുട്ടി ഞങ്ങൾ മാത്രമായത് കാരണം അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയത്. ധാരാന്ന് കുഞ്ഞാ ഐസ്ക്രീം കഴിച്ചിരിക്കണല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത്രയേ ഉള്ളൂ. ബൈ പറയൂ. ബൈ.